ഒരു പ്രമുഖ യൂട്യൂബറുടെ വൈഫ് ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ അതിനെടുത്ത് അങ്ങ് ആഘോഷിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എസ്പെഷ്യലി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ, അതിൽ പല ആളുകളും അവരുടെ കല്യാണ സമയത്തെ ഫോട്ടോസ്, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മുഴുവൻ, അതായത് സോഷ്യൽ മീഡിയയിൽ അവർ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും എടുത്തു വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ട് ഞാൻ കണ്ട 1-2 പേരാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സായി. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ വരാം. പക്ഷെ സായിയുടെ വീഡിയോ ഞാൻ കണ്ടു. പിന്നെ അമിയ അൺഫിൽറ്റേർഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബറുടെ വിഷയത്തിൽ പുള്ളിക്കാരിക്ക് ഇത്രയ്ക്ക് ബോധം എന്ന് പറഞ്ഞത് ഇല്ലേ. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് അമിയ ഓർ നോട്ട്. എന്ത് തന്നെയാലും ഞാൻ അമിയ എന്ന് പറയാം. ഒളിച്ചോടിയത് ഒരു പെണ്ണ് പിടിയന്റെ കൂടെ ജീവിക്കാൻ വകയില്ല എന്നിട്ട് 2 പേരുടെയും പേരൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ തംബ്നെയില് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഞാൻ ഇതിന് മുന്നേ കണ്ടത് ഇങ്ങനെ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കുറച്ച് ക്രിറ്റിസിസംസ് ഒക്കെ വന്ന സമയത്ത് പുള്ളിക്കാരി അത് റിമൂവ് ചെയ്തോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്കത് ക്ലിയർ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് ക്ലിയർ ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. തംബ്നെയില് ഇത് തന്നെയായിരുന്നു നേരത്തെ എന്നുള്ളതാണെങ്കിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് സോറി പറയണം ഈ അടുത്ത്. പുള്ളിക്കാരി ചെയ്തേക്കുന്ന വീഡിയോ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ഒരാളുടെ പ്രൈവസിയിലോട്ട് എത്രത്തോളം ഒരു മനുഷ്യനെ ഇൻട്രൂഡ് ചെയ്യാമോ. ബൗണ്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു സംഭവം അറിയോ? മനുഷ്യന്മാരാണ്, ആർക്കും തെറ്റ് പറ്റും. പക്ഷെ അങ്ങനെ ഒരു തെറ്റ് പറ്റിയാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ആ തെറ്റാണെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ ഒരു 100 പേർ തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ്, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിട്ട് അതിനൊക്കെ എനിക്ക് കയ്യടിയാണ് കിട്ടിയത്, ഇങ്ങനെ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്ത് മെഴുകല്ലേ. പുള്ളിക്കാരി ചെയ്ത ആ ഒരു വീഡിയോ അതെനിക്ക് ഇവിടെ വെക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതായത് ഈ പറയുന്ന യൂട്യൂബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന യൂട്യൂബർ ആണല്ലോ. പുള്ളിക്കാരന്റെ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് അറിയാലോ, കോമഡി കോണ്ടന്റ് ആണ്. പുള്ളിക്കാരൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. പുള്ളിക്കാരൻ കല്യാണം കഴിച്ചതിന് ശേഷം പുള്ളിക്കാരന്റെ വൈഫും കൂടെ ഈ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇടയ്ക്കിടയ്ക്ക് അവർ കാണിക്കും. അതല്ലാതെ അവരൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർ അല്ല. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെവിടെയൊക്കെ പോയി ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർ അല്ല അവര്. ഞാൻ അതല്ലാതെ കണ്ടിട്ടുള്ള ഒരൊറ്റ വീഡിയോ ഇവരുടെ കല്യാണത്തിന്റെ വീഡിയോ ആണ്. പിന്നെ എൻഗേജ്മെന്റിന്റെ വീഡിയോയും. ഇത് രണ്ടും പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എടുക്കും. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ആ ഒരു കോണ്ടന്റ് നമ്മൾ എടുക്കുന്നതിന് പുള്ളിക്കാരന് വിരോധമില്ലെങ്കിൽ, അതായത് അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ കോപ്പി റൈറ്റ് അതൊക്കെ വെച്ചേക്കുന്നത്. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന വൈഫിന്റെ അമ്മയുടെ ജോലി, അച്ഛന്റെ ജോലി, പിന്നെ വേറെ ഏതൊക്കെയോ യൂട്യൂബേഴ്സ് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ അമ്മ സെക്രട്ടറി, ഇതൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയയിലോട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്യുന്നത്? ബിക്കോസ് ഈ വക കാര്യങ്ങളൊന്നും ഇവർ പബ്ലിക്കലി ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവർ ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ന്യായീകരിക്കാനുള്ള ഒരു വഴിയെങ്കിലും ഉണ്ട്. ഈ പറയുന്ന യൂട്യൂബർ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല, എവിടെയും എന്ന് പറഞ്ഞിട്ടില്ല. അമ്മയുടെ ചാനലിനകത്ത് അത് പറയുന്നുണ്ട്. ഏതോ ഒരു ചാനലാണ് ഇത് ആദ്യം കൊണ്ടുവന്നത്. അതിന്റെ താഴെ പോയിട്ട് ഇത് സത്യമാണോ അല്ലേന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ താഴെ പോയിട്ട് ഇവർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു നാട്ടുകാരൻ ഓർ നാട്ടുകാരി ഏടോണോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് സത്യമാണ്. ആ പേജുകാർ ചെയ്തത് തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, ആ നാട്ടുകാരൻ വന്നിട്ട് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് തെറ്റ്. ഇവർക്കൊക്കെ ആരാണ് ഇതിന് അധികാരം കൊടുത്തത്? ആ യൂട്യൂബർ അല്ലെങ്കിൽ ആ യൂട്യൂബറുടെ വൈഫ്, ഇനി അതും അല്ലെങ്കിൽ യൂട്യൂബറുടെ ഫാമിലി മെമ്പേഴ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒളിച്ചോടി പോയെന്ന് പറയുന്ന ആള്, അതായത് ആ ഒരു മെയിൽ, അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാരൻ, അതായത് ഇത് ഡയറക്ട്ലി ഇത് അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ. ഇവർ ഇത്രയും പേര് വന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. പൂർണ്ണമായിട്ടും തെറ്റില്ല എന്ന് അവിടെയും പറയാൻ പറ്റില്ല. കാരണം അവരുടെ വീഡിയോ യൂസ് ചെയ്യുന്നത് അവർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവര് എന്തെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങൾ യൂട്യൂബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്ക് സംഭവങ്ങളൊക്കെ തരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒരാളുടെ പ്രൈവസിയിലോട്ട് ഇടിച്ചു കയറി എന്നുള്ളൊരു പോയിന്റ് അവിടെ വാലിഡ് അല്ല. പ്രൈവറ്റ് കാര്യമാണെങ്കിലും ഒരു പബ്ലിക് ഒരു സോഷ്യൽ മീഡിയയിൽ അവർ ഷെയർ ചെയ്തു. സോ നമുക്ക് അതിന് ഒപ്പീനിയൻ പറയുന്നതിൽ തെറ്റില്ല. ഇവിടെ ഈ അമിയ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തത് ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്നുണ്ട്, പബ്ലിക്കിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇതിന്റെ ഒപ്പം ആ പോകുന്ന രാത്രിയിലുള്ള CCTV ഫുട്ടേജസും വെക്കുന്നുണ്ട്. ഏതോ ഒരാൾ ഈ CCTV ഫുട്ടേജ് എടുത്ത് പബ്ലിക്കലി ഇട്ടതേ തെറ്റ്. പിന്നെ അതിനെ എടുത്ത് മറ്റൊരാൾ ഇങ്ങനെ നാട്ടുകാരിൽ എത്തിക്കുകയാണ്. ഇതൊക്കെ ഇട്ടത് ഈ പറഞ്ഞ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അതിനെ എടുക്കാം. പുള്ളി വന്നിരുന്ന് പറയാണ് ഇങ്ങനെ പോകുന്ന വീഡിയോ ആണിത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ, അവരുടെ അച്ഛനോ അമ്മയോ അവരുടെ വീട്ടിലുള്ള സിബ്ലിങ്സ് ആരെങ്കിലും ഡയറക്ട്ലി അഫക്ട് ചെയ്യപ്പെടുന്ന ഒരു ഫാമിലി മെമ്പർ, അവർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ഇതെടുത്ത് അങ്ങനെ ഇടാനുള്ള ഒരു റൈറ്റ് ഇല്ല. കാരണം ഇത് പുള്ളിയുടെ ലൈഫാണ്. ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ ഈ പറഞ്ഞ അമിയ ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് അങ്ങ് വന്നേക്കുവാണ്. തെറ്റെല്ലാവർക്കും പറ്റാം എന്ന് വെച്ചിട്ട്
ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ആ ഒരു വീഡിയോയിൽ ഈ പുള്ളിക്കാരി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അമിയയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അമിയയുടെ ഈ വീഡിയോ കണ്ടിട്ട് കുറെ പേരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും, ഓ ഇങ്ങനെയാണ് കാര്യം, അമിയ പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അമിയ പറയുന്നത് മുഴുവൻ തെറ്റാണ്. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബർ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ലീഗൽ പ്രൊസീഡിങ്സ് ഫേസ് ചെയ്യേണ്ടി വരും, ഡെഫിനറ്റ്ലി. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഫോട്ടോ കണ്ടപാട് അതിന്റെ താഴെ ഒരുപാട് പേര് അങ്ങ് കമന്റ് ഇടാൻ തുടങ്ങി. എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ നിങ്ങൾ കിടന്ന് സന്തോഷിക്കുക, ആക്കുക, അങ്ങനെ ഇങ്ങനെ കുറെ കമന്റ്സുകൾ ഞാൻ കാണാൻ തുടങ്ങി. എനിക്ക് അപ്പൊ വന്നിരുന്ന് ഒരു വീഡിയോ എടുക്കാനോ ചെയ്യാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല, അപ്ലോഡ് ചെയ്തു, ഞാൻ പുറത്തായിരുന്നു. ഞാൻ ഒരുവിധ കമന്റ്സ് ഒക്കെ നോക്കി ലൈക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അതിലോട്ട് വരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എത്ര പറഞ്ഞാലും ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് കരുതി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആ ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞു. ഞാൻ ഒരിക്കലും അഖിൽ ആർടി എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ കണ്ട് സന്തോഷിച്ച ചിരിയല്ല അത്. ആ ചിരി എന്താണെന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂടെ നല്ലൊരു വ്യക്തിനെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിച്ചു വിട്ടു. ആൻഡ് ആ വിവാഹം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി പോകുന്ന ആ സമയത്ത് ആ ഭർത്താവിനെ മറന്നുകൊണ്ടിട്ട് വേറൊരു പുരുഷന്റെ കൂടെ പോയി. ആ പുരുഷനെ കുറിച്ചിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത്, അവനെ വിളിക്കുന്ന പേര് പൂവാലെന്നാണ്, അവന് നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു വ്യക്തിയല്ല, അവന്റെ സ്വഭാവം വളരെ മോശമാണ്, പെൺവിഷയങ്ങൾ പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ വ്യക്തിയുടെ ഫോട്ടോയും കൂടെ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഇയാളുടെ കൂടെയാണ് ഒളിച്ചോടി പോയത്. അത് സർക്കാസ്റ്റിക്കലി പറയാനുള്ളതിന്റെ ഒരു റീസൺ, അന്യ പുരുഷന്റെ ഭാര്യയെ ലൈൻ അടിച്ച് പ്രണയിച്ച് ഒളിച്ചോടി കൊണ്ടുപോകാൻ കാണിച്ച ആ വ്യക്തിനെ നോക്കി കൈകൂപ്പാൻ എനിക്ക് തോന്നിയില്ല, കളിയാക്കാൻ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ വ്യക്തിനെയും ആ വൈഫിനെയും കളിയാക്കി പറഞ്ഞതിന് പല വ്യക്തികളും അഖിലിനെ കളിയാക്കി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാധനം ഞാൻ അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എന്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സുകൾ വന്നു. വന്ന കമന്റ്സുകൾ പകുതിയും നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് റിയാക്ട് ചെയ്യോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ഇതാണ് പുള്ളിക്കാരിയുടെ ഫസ്റ്റ് ന്യായീകരണം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യത്തോടെ എനിക്ക് യോജിപ്പുണ്ട്. അതായത് ഒരാൾ കൂടെ ജീവിച്ച് നാട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും ഒക്കെ കല്യാണം നടത്തി, കല്യാണം കഴിച്ചിട്ട് ആ ആളിനെ ചതിച്ചിട്ടാണ് പോയത് എന്ന് പറയപ്പെടുന്നു. അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല എന്ന് പറയപ്പെടുന്നു. ഞാനും അങ്ങനെ വിശ്വസിച്ചു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതുവരെയും പ്രമുഖ യൂട്യൂബറിനെ ചതിച്ചിട്ട് പോയി. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു കാരണവശാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആള് ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് മാത്രമേ ഞാനും പറയുള്ളൂ. എന്ന് വെച്ചിട്ട് ഈ വക കാര്യങ്ങൾ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ആരുടെ കൂടെ പോയി, അവന് സാമ്പത്തികം ഉണ്ടോ, സാമ്പത്തികം ഇല്ലാത്തവനാണോ, ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണോ, യൂട്യൂബറോ അവരുടെ ഫാമിലിയോ, ഇത് അഫക്റ്റ് ചെയ്യപ്പെട്ട അവരുടെ ഫാമിലി മെമ്പേഴ്സ്, രണ്ടുപേരുടെയും ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഫാമിലി മെമ്പേഴ്സ് ആരും തന്നെ ഇതൊന്നും വന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇതൊന്നും എടുത്ത് പറയാനുള്ള അധികാരം ഇല്ല. ഇതൊരാളുടെ പ്രൈവസിയിലേക്കുള്ള ഇൻവേഷനാണ്. നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ ഒരു സ്വകാര്യതയിലേക്ക് നമ്മളിങ്ങനെ ഇടിച്ചു കയറി ചെല്ലുകയാണ്. ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മൾ റിയാക്ഷൻ വീഡിയോസോ നമ്മൾ എന്തോ നിങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റോ തന്നെ ആയിക്കോളൂ, നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, ഒരാളുടെ പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറി ചെല്ലുന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾ ആ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അത് പറഞ്ഞൊരു 10,000 പേരിലേക്കും കൂടെ എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ തെറ്റാണ്. ബൈ ലോ ഇതെല്ലാം തെറ്റാണ്. ഇങ്ങനെയൊന്നും ന്യായീകരിക്കാൻ പോലും പാടില്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നുണ്ടെങ്കിൽ യെസ് എനിക്ക് തെറ്റ് പറ്റി, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയൂ. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരും ഇല്ല, എല്ലാവർക്കും തെറ്റ് പറ്റും. ഈ പറയുന്ന എനിക്കും തെറ്റ് പറ്റും. ചിലപ്പോൾ ഈ വീഡിയോസിലും പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറ്റും. എന്തെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതാണ് ആദ്യം കാണിക്കേണ്ടത്. ബോധത്തോടു കൂടിയാണോ പറയുന്നത് ചോദിക്കുന്നതും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഹലോ, ഈ ഒളിച്ചോട്ട വിഷയം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രമല്ല. ഞാൻ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് ഷഹല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വിഷയം ഞാൻ സംസാരിച്ചു. എത്ര പേരാണ് ആ വീഡിയോന് താഴെ വന്നിട്ട് എനിക്ക് പോസിറ്റീവ് കമന്റ്സ് ഇട്ടത്? എന്റെ ചാനലുണ്ട്, നിങ്ങൾ പോയി ആ വീഡിയോസ് എടുത്ത് നോക്ക്. അതിന്റെ കുറച്ച് ദിവസം രഞ്ജേഷിന്റെ ഭാര്യ വേറൊരുത്തലൂടെ പോയ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ എടുത്ത് സംസാരിച്ച് റിയാക്ട് ചെയ്തു. എത്ര പേരാണ് ആ വീഡിയോന്റെ താഴെ വന്ന് ചേച്ചി അടിപൊളി ഇങ്ങനെ പറയണം, അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ ടീമുകൾക്കൊക്കെ അഖിലന്നാർഡിയുടെ വൈഫിനെ നമ്മളൊന്ന് പറഞ്ഞപ്പോഴേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഹേർട്ട് ആയത്? ഇപ്പൊ വന്നേക്കുന്ന വിഷയത്തിലെ യൂട്യൂബർ എന്ന് പറഞ്ഞ ആള് ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ അല്ല. പുള്ളിക്കാരൻ അതല്ല, ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ അല്ല, ഇനി എന്ത് ബ്ലോഗറോ എന്തോ ആയിക്കോട്ടെ, ഈ ബ്ലോഗറേ അല്ലെന്ന് വെച്ചോ. അയാളുടെ ലൈഫ് അല്ലെങ്കിൽ ഇപ്പൊ നടന്ന ഈ ഒളിച്ചോട്ടത്തിന്റെ ഈ ഒരു സംഭവം പോലും പുറത്ത് പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത്. പിന്നെ നേരത്തെ പറഞ്ഞ ആ രണ്ടുപേരുടെ കേസ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറയുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാണ്, അമിയ ആ 2 വ്യക്തികളുടെ ഒളിച്ചോട്ടത്തിന്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞു, അതിന് കയ്യടി കിട്ടി എന്ന് വിചാരിച്ചിട്ട് താങ്കൾ ചെയ്തത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ആ 2 വ്യക്തികളുടെ ആ പേഴ്സണൽ കാര്യം ആ വ്യക്തികളോ അതല്ലാന്നുണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്ത അവരുടെ ഹസ്ബൻഡ്സോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും വന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് ഞാൻ പറയുന്നു, ആ കോണ്ടന്റ് എടുത്ത് യൂസ് ചെയ്തതിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അവിടെയും ഒരു ക്ലോസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കയ്യടി കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി അത് അവർ വന്ന് പബ്ലിക്കലി പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരിക്കാം. പക്ഷെ ഈ കേസിൽ അതാണോ ഇത്ര ഹേർട്ടായത്? എന്തുകൊണ്ടാണ്? സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല.
ഞാൻ ഒരുപാട് നേരം ഇരുന്ന് ആലോചിച്ചു. ഇപ്പൊ സെലിബ്രിറ്റികളുടെ വൈഫ് ഒളിച്ചോടി പോവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാൻ പാടില്ല എന്നാണോ? സാധാരണക്കാരന്റെ വൈഫ് ഒളിച്ചോടി പോവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ച് കണ്ടന്റ് ആക്കാന്നാണോ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കാം. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഹീസ് എ സെലിബ്രിറ്റി ഓർ എ കോമൺ മാൻ. ഇതെന്താണ് മനസ്സിലാവാത്തത്? ഇത്ര നേരം ഇരുന്ന് ആലോചിച്ചെന്ന് പറയുന്നു. ഒരുപാട് സമയം ഇരുന്ന് ആലോചിച്ചിട്ട് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ ആലോചിച്ചു. ഞാൻ എന്റെ വീഡിയോ 10 രൂപ ഇരുന്ന് കണ്ടു. എന്താണ് ഞാൻ മോശമായിട്ട് പറഞ്ഞത്? എന്താണ് ഞാൻ പറഞ്ഞത്? പല വ്യക്തികളും ഈ ഒരു വിഷയം റിയാക്ട് ചെയ്ത സമയത്ത് അഖിൽ അന്നാടിനെ കുറിച്ചിട്ട് ആ വൈഫ് പറഞ്ഞ അലിഗേഷൻസ് എടുത്ത് വെച്ചു. പല വ്യക്തികളും ഈ വൈഫിന് എന്തോ സൈക്കാട്രിക് ഡിസോർഡർ ഉണ്ട് എന്നുള്ള രീതിയിൽ കുറെ സിംറ്റംസ് പറഞ്ഞു. ഈ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന യൂട്യൂബറുടെ വൈഫ് ഈ യൂട്യൂബറിനെ കുറിച്ച് എന്തൊക്കെയോ അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ എവിടെയും കണ്ടില്ല അങ്ങനെ ഒരു സംഭവം. ഇനി ആ വീഡിയോ ഞാൻ കാണാത്തതാണോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ അവർക്ക് എന്തോ അസുഖമുള്ളതായിട്ട് ആ ഒരു വീഡിയോ ഞാനും കണ്ടു. ഇത് ആരാണ് വന്നിരുന്ന് പറയുന്നത്? ഇതൊക്കെ എനിക്കറിയത്തില്ല. ഇതൊക്കെ എന്താണ് ഊഹാപോഹങ്ങൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊന്നും ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു സാധനം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് ഒളിച്ചോടി പോകുന്നത് ഞാൻ കാണുന്നത്. സത്യം ഞാൻ പറയുന്നത്. കേട്ടിട്ടുണ്ട് കുറെ ന്യൂസുകൾ ലൈവായിട്ട് കാണുക. അതും ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു സാധനമല്ല. ജനങ്ങൾ ചെന്നിട്ട് ആ ഈ അഖിലനാർദിന്റെ വീടിന്റെ ഭാഗത്തുള്ള ഒരു വീട്ടില് എവിടെ നിന്നാണോ ഈ CCTV വന്നത് അവരെ വീട്ടിൽ കയറിയിട്ട് ചേട്ടാ CCTV വന്നിട്ട് അഖിലനാർദിന്റെ ഭാര്യയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടട്ടെ എന്ന് പറയുമ്പോൾ വരുന്ന വീഡിയോ അല്ലത്. ആരോ ആർക്കോ പാസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്ന് വീഡിയോ വൈറലായിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ഡെഫിനറ്റ്ലി നമ്മളെടുത്ത് സംസാരിക്കുമ്പോൾ എന്താണ് അതിന് വിഷയം? എന്താണ് അതിന് വിഷയം? പിന്നെ ഞാൻ അവരുടെ ഫോട്ടോ കാണിച്ചതിനെ പറ്റി കുറച്ച് കമന്റ് കണ്ടു. എനിക്ക് ഫോട്ടോ കാണിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ആ പെൺകുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ, ആ പെർട്ടിക്കുലർ അഖിൽ അന്നാടി എന്ന് പറയുന്ന വ്യക്തി, അവരുടെ ഫാമിലി, ആ പുള്ളിക്കാരൻ ഉണ്ടായിട്ടുള്ള ഇൻസൾട്ട്, പുള്ളിക്കാരൻ ഒന്നും അല്ലാണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ, ഇതിനെല്ലാം കാരണക്കാരി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിന് എന്ത് തെറ്റാണുള്ളത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുകയാണ്. എന്ത് തെറ്റാണുള്ളത്? തെറ്റ് മാത്രമേ ഉള്ളൂ അമിയ, തെറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും അപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സോഷ്യൽ മീഡിയ അമിയ, ഇഫ് യു ഡോണ്ട് നോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വി ഹാവ് നോ റൈറ്റ്സ് ടു ഷെയർ ദാറ്റ് ഓൺ സോഷ്യൽ മീഡിയ അൺലെസ് he, she or somebody from their family shares it on social media. അല്ലാത്ത പക്ഷം അവരോ അവരുടെ ഫാമിലി മെമ്പേഴ്സോ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും, അതല്ലെങ്കിൽ ഇതിന് അതോറിറ്റി ഉള്ള ആരെങ്കിലും ഒരാള് ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാത്ത പക്ഷം നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അധികാരം നമുക്കില്ല. അത് മനസ്സിലാക്കൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഇത്രയും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു ആ പെൺകുട്ടീന്റെ സൈഡ് കേൾക്കണം. ആ പെൺകുട്ടിക്ക് പെൺകുട്ടീൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലോ ആ പെൺകുട്ടി എന്തെങ്കിലും അനുഭവിച്ചെങ്കിലോ, ഞാൻ പറയട്ടെ, ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് നടക്കുന്നത് അന്ന് രാത്രി ഈ പെൺകുട്ടി നൈറ്റ് ഇട്ടുകൊണ്ട് ഈ പെർട്ടിക്കുലർ വ്യക്തിന്റെ വീട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ടാണ് രാത്രി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അത്രമാത്രം പീഡനങ്ങൾ നേരിട്ടിരുന്നെങ്കിൽ, അഖിലനാർദി എന്ന് പറയുന്ന വ്യക്തി ഈ പെൺകുട്ടിയെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തിലോട്ട് ഈ പെൺകുട്ടിയുടെ ജീവിതം പോയിരുന്നെങ്കിൽ പെൺകുട്ടി അവിടെ നിൽക്കില്ലായിരുന്നു. ഡെഫിനറ്റ്ലി നിൽക്കില്ലായിരുന്നു. അവള് ഹാപ്പി ആയിരുന്നു, പോസിറ്റീവ് ആയിരുന്നു, കുഴപ്പമില്ലാത്തൊരു ജീവിതമായിരുന്നു. ഇനി അതിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്താൽ എനിക്ക് ഇതൊക്കെ അമിയക്ക് എങ്ങനെ അറിയാം? ഇതൊക്കെ നമ്മൾ അവരുടെ റീല് കണ്ടിട്ട്, അവരുടെ അതും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള അവരുടെ റീല് കണ്ടിട്ട് നമ്മൾ ഊഹിച്ചെടുക്കുന്നതല്ലേ ഇതൊക്കെ. മേ ബി ഹാപ്പി ആയിരുന്നിരിക്കാം, നമുക്കറിയില്ല. നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ ഇത്രയും ഉറപ്പിച്ച് ഇത്രയും കോൺഫിഡൻസോട് കൂടി എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അവരാരെങ്കിലും വന്ന് പറഞ്ഞോ നിങ്ങളോട്? അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ കൺസെന്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ കൺസെന്റിന്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് സീക്രട്ട് ഏജന്റ് സായിയോടൊന്നും ഒന്നും പറയാനില്ല. കാരണം സായി ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ട്യൂബറിനോട് വിളിച്ച് അന്വേഷിച്ചിട്ട് പുള്ളിക്കാരന്റെ വായിന്ന് അപ്പ വന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. ആ പറഞ്ഞ ആ ഒരു സെന്റൻസ് അതേപോലെ എടുത്ത് വീഡിയോയിൽ വെച്ചേക്കാണ്. ആൾ ഇങ്ങനെയാണ് പറഞ്ഞത്. സായി സീക്രട്ട് ഏജന്റിനോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ ആ പുള്ളിക്കാരന്റെ കൺസെന്റ് എടുത്തിട്ട് തന്നെയാണോ അത് ചെയ്തത്? സായി തന്നെ അതിൽ പറയുന്നുണ്ട് നെഗറ്റീവ് പറയുന്ന ഒരാളല്ല. അപ്പൊ നെഗറ്റീവ് പറയാത്ത ഒരാളായതുകൊണ്ട് താങ്കൾ ഇതുപോലെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ എന്തൊക്കെയാണോ പറഞ്ഞത്, അതായത് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്, അല്ലാതെ ഒരു റിയാക്ഷൻ വീഡിയോ ചാനലുകാരൻ എന്നുള്ള രീതിയിലല്ല. ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ച വിഷയങ്ങൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആളുകൾക്ക് വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞ ആട്ടെന്തോലിട്ട ചെന്നായല്ലേ. കൺസെന്റ് എടുത്തിട്ടാണോ പറഞ്ഞെന്നുള്ളത് സായി വന്ന് ഇനിയിപ്പോ പറയുമായിരിക്കും ചിലപ്പോൾ, ഞാൻ കൺസെന്റ് എടുത്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾ ഈ വീഡിയോ ചെയ്യുമെന്നുള്ളതൊക്കെ അവരുടെ മൈൻഡിൽ പോലും ഉണ്ടാവില്ല. താങ്കൾ വീഡിയോ ചെയ്യുമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ മൈൻഡിൽ പോലും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കാണ്. ഈ പൈസക്കൊക്കെ നിങ്ങൾ അരി വാങ്ങി കഴിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ വീഡിയോയുടെ റീച്ചൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടം പോലെ അരി വാങ്ങിക്കാനുള്ള കാശ് കിട്ടിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ പറഞ്ഞത് നിങ്ങൾ പറയുന്നതാണ്. അരി വാങ്ങണ്ടേടെ എന്ന് നാഴികയ്ക്ക് 32 പ്രാവശ്യം പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇത്രയും രൂപയ്ക്കൊന്നും അരി വാങ്ങി തിന്നല്ലേ സായി, ഷുഗർ പിടിക്കും. ഷുഗർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പെൺകുട്ടിയെ ന്യായീകരിക്കുന്നവരോട് പറയാം, അവൾ തെരഞ്ഞെടുക്കേണ്ട ഒരു മാർഗമായിരുന്നു ഈ ഒളിച്ചോട്ടം. അവൾ ചെയ്യേണ്ട പ്രവൃത്തിയായിരുന്നു.
അവളിപ്പോ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു. നമ്മുടെ നിയമ സംവിധാന പ്രകാരം എന്ത് ശിക്ഷയാണ് കോടതി ഇതിന് കൊടുക്കുക? എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളതാ. ഒരു പുരുഷനെ ചതിച്ചിറങ്ങിപ്പോയി, ഒരു കുടുംബത്തെ പറ്റിച്ചു, സ്വന്തം കുടുംബത്തെ പറ്റിച്ചു, അവന്റെ വീട്ടിൽ അത്രയും കാലം താമസിച്ച് അവൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, അവരെ പഠിപ്പിച്ചു, അവർക്ക് ഡ്രസ്സ്, അവർക്ക് തിന്നാനുള്ള ഫുഡ്, അത് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു നോക്കിയ ഭർത്താവിനെയും ഭർത്താവിന്റെ കുടുംബത്തെയും ഇത്രയും കാലങ്ങളോളം അവളെ വളർത്തിയ അച്ഛനെയും അമ്മേനെയും ഇനി സഹോദരൻ അവരെല്ലാവരെയും മറന്നുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് അവൾ ചെയ്ത ഈ തെറ്റിന് എന്ത് ശിക്ഷയാണ് കോടതി കൊടുക്കുക? നിയമപ്രകാരം എന്തെങ്കിലും ശിക്ഷ ഈ കോടതി കൊടുക്കുമോ? എനിക്കറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക, കോടതി കൊടുക്കുമോ? കൊടുക്കില്ല എന്ന് കരുതി ശിക്ഷ അർഹിക്കാത്തൊരു തെറ്റാണോ ഈ പർട്ടിക്കുലർ പെൺകുട്ടി ചെയ്തത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഫോർ ഡൂയിങ് ദാറ്റ് വീഡിയോ. പക്ഷെ എന്റെ മനസാക്ഷിക്ക് ശിക്ഷ അർഹിക്കുന്ന ഒരു തെറ്റാണ് അവൾ ചെയ്തത്. അതിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എക്സ്പോസ് ഹർ ത്രൂ ദ സോഷ്യൽ മീഡിയ. ദാറ്റ്സ് ദ ഓൺലി തിങ്. ഒരിക്കലും അഖിലനാടിയുടെ കൂടെ ജീവിക്കണമെന്ന് പറയുന്നില്ല, പറ്റില്ലെങ്കിൽ ലെറ്റ് ഹർ കം ഔട്ട്സൈഡ്. അതിന് ഡൊമസ്റ്റിക് വയലൻസോ വെർബൽ അബ്യൂസോ വേണം. കോടതി ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ആമിയ ചാനൽ തുടങ്ങി വെച്ചേക്കുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങളെങ്കിൽ പുള്ളിക്കാരി ചെയ്തത് ഭയങ്കര ഒരു വലിയ മിസ്റ്റേക്ക് ആയിപ്പോയി, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നൊക്കെ തന്നെയാണ് ഈ സമൂഹത്തിലുള്ള ഒരു 98% ആളുകളും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. അമ്മി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുള്ളിക്കാരിയെ ന്യായീകരിക്കുന്നത് കൊണ്ടല്ല നമ്മൾ ആരും വന്നിട്ട് താങ്കൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞത്. ആ പുള്ളിക്കാരിയുടെ ഫോട്ടോ കാണിച്ചതും ഒന്നും അത് മനസ്സിലാക്കുക ആദ്യം. മെന്റലി ആൾക്കൊരു കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ ഷീ ക്യാൻ കം ഔട്ട്. പക്ഷെ ചീറ്റിംഗ് എങ്ങനെ സപ്പോർട്ട് ചെയ്യും? എങ്ങനെ നമ്മൾ ഫേവർ ചെയ്യും? ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ചീറ്റിങ്ങിനെയൊന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കം ഔട്ട് ഫ്രം ദാറ്റ് റിലേഷൻഷിപ്പ്. അത് തന്നെയാണ് ഇവിടെ ബാക്കി എല്ലാവർക്കും പറയാനുള്ളത്. പല ആൾക്കാരും ഞാൻ കണ്ടു മാസീവായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾക്ക് എഗെയിൻസ്റ്റ് പല ആൾക്കാരും ഇരുന്നിട്ട് ഘോര ക്യാപ്ഷൻസ് എഴുതുന്നു, തമ്മിൽ എഴുതുന്നു, ടൈറ്റിൽ എഴുതുന്നു. എന്താ പല വിഷയങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നൊന്നും നിങ്ങൾ ആരും വന്ന് പറഞ്ഞു കേട്ടില്ലല്ലോ. അവർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് നല്ലൊരു കാര്യം ഉണ്ടായി, അവർ ഇന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് നല്ലൊരു കാര്യം ഉണ്ടായി, ആരും പറഞ്ഞു കേട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്കിവിടെ മനസ്സിലാവാത്ത ഷഹലയുടെ വിഷയവും രഞ്ജീഷിന്റെ വിഷയവും സംസാരിച്ച സമയത്ത് ഒളിച്ചോട്ടം ഒരു വിഷയമല്ല. അവിടെ കയ്യടി തന്നിരിക്കുന്ന ആൾക്കാർ ഈ ഒരു വിഷയം വന്നപ്പോൾ ഇതെങ്ങനെ ഇത്ര വലിയ രീതിയിലായി? എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഞാൻ വേറെ വിഷയങ്ങളൊന്നും എടുത്തിട്ട് നോക്കിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന എന്റെ പേഴ്സണൽ സ്പേസിൽ ഇരുന്നിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പേഴ്സണൽ സ്പേസിൽ നിന്ന് ആലോചിക്കുകയും പേഴ്സണൽ സ്പേസിൽ നിന്ന് പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് അവിടെ നിർത്തുക. എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. എല്ലാവരും ഈ വിഷയത്തെ പറ്റി പറഞ്ഞു, മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പേഴ്സണൽ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഈ പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെ പേഴ്സണലായി, എങ്ങനെ പബ്ലിക്കായി? പേഴ്സണൽ അല്ല, എങ്ങനെ പബ്ലിക്കായി? ഈ അഖിലനാടിയുടെ പ്രൊഫൈലിൽ ഏതോ ഒരുത്തൻ ഒരു കമന്റ് അടിക്കുന്നു, നിങ്ങളുടെ വൈഫ് ഇങ്ങനെ പോയി എന്ന് കേൾക്കുന്നു. അതിന്റെ താഴെ ഇവരുടെ അയൽവാസി വന്ന് കമന്റ് അടിക്കുന്നു. അതോടുകൂടി കമന്റുകൾ നിറയുന്നു, വിഷയങ്ങളാവുന്നു, പോസ്റ്ററുകൾ വരുന്നു, വീഡിയോകൾ വരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രാത്രി 8 മണിക്കാണ്. അതിനുള്ളിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഏതോ ഒരാൾ വന്ന് അവിടെ കമന്റ് ഇടുന്നു, അതിന്റെ താഴെ കമന്റ് ഇടുന്നു, അങ്ങനെ പബ്ലിക്കായി എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഹെലനോസ് പാർക്ക് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പുള്ളിക്കാരിയെ പോലീസ് പിടിച്ചു. എന്നിട്ട് ഇപ്പോ ലൈസൻസ് 3 മാസത്തേക്ക് എന്തോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. കാരണം പുള്ളിക്കാരി മദ്യപിച്ച് റോഡിൽ കൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് പോലീസ് അതിൽ ഇടപെട്ടതും. ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അതൊരു സോഷ്യൽ ഇഷ്യൂ ആയി. അത് അയാളുടെ പ്രൈവറ്റ് കാര്യമല്ല, പുള്ളിക്കാരിയുടെ വീട്ടിനുള്ളിൽ അല്ല ഈ സംഭവം നടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരിയുടെ പ്രൈവറ്റ് കാര്യം. അത് അവര് കേസ് കൊടുക്കുന്നു. ഇപ്പൊ അവര് തമ്മിൽ അടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു എന്ന് വെച്ചോ, എന്നിട്ട് ആ ഫാമിലി മെമ്പർ ഏതെങ്കിലും ഒരാൾ പോയിട്ട് കേസ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അതിൽ ഇടപെടാൻ പാടില്ല. ആ പുള്ളിക്കാരി അത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പർ വന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതുവരെ അത് അവരുടെ പ്രൈവറ്റ് കാര്യമാണ്. നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും വഴിക്ക് കൂടെ അറിഞ്ഞു എന്ന് വെച്ചോ, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ പോലും അത് അവരുടെ പ്രൈവറ്റ് കാര്യമാണ്. നമ്മൾ അതിൽ ഇടപെടാൻ പാടില്ല. ഇവിടെ മീഡിയ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോക്കാര് കുറെ റിയാക്ഷൻ വീഡിയോക്കാർ അതെടുത്ത് ചെയ്യുന്നത് കണ്ടു. ഹെലനോസ് പാർട്ടിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ സസ്പെൻഡ് ചെയ്ത കാര്യം ഒരു സോഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കമന്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.